2 ക്യാരറ്റാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. 2 ക്യാരറ്റ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് മറ്റേ ഇതിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണക്കിയിട്ട് അത് ചേർത്തിട്ട് ഉപയോഗിക്കും. ഞാനിപ്പോൾ ഇതിങ്ങനെ നേരെ അരയ്ക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാനത് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു വീഡിയോ കൂടി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിലേക്ക് കടന്നത് കേട്ടോ. അപ്പോൾ 2 ക്യാരറ്റ് ഇതുപോലെ കുനുകുനാന്ന് എങ്ങനെ വേണമെങ്കിലും മിക്സിയിലിട്ട് നല്ലപോലെ അരയ്ക്കുന്ന പോലെ ചെയ്യാം. അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഞാനെടുക്കുന്നത് ചന്ദനമാണ് കേട്ടോ. ചന്ദനം എടുക്കുന്നുണ്ട്. ചന്ദനത്തിൻ്റെ പൊടി ഞാൻ ഇതിലാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നെയ്യിൻ്റെ പാത്രത്തിൽ. അപ്പോൾ ചന്ദനം നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് അടിപൊളിയാണ്. വെറുതെ ഫേസ് പാക്ക് ആക്കി ഇട്ടാലും ചന്ദനം നല്ലതാണ് കേട്ടോ. പല എന്താ പറയുക സെലിബ്രിറ്റികളുടെയൊക്കെ സ്കിൻ സീക്രട്ട് തന്നെ ഈ ചന്ദനമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചന്ദനവും അടിപൊളിയാണ്. ചന്ദനത്തിൻ്റെ കളറൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ചന്ദനവും നല്ലതാണ് കേട്ടോ. പിന്നെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ക്യാരറ്റും ഈ ചന്ദനവും അതുപോലെ മഞ്ഞപ്പൊടിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നവർക്ക് അതും ആവാം. ഇനിയിപ്പോൾ മഞ്ഞൾ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, നമുക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ക്യാരറ്റ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള റോസ് വാട്ടറാണ്. റോസ് വാട്ടറിൻ്റെ ഒരു പഴയ കുപ്പിയിൽ ഒഴിച്ച് വെച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വൈകാതെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ റോസ് വാട്ടർ കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്താ ചെയ്യണേന്നുള്ളത്. അവൻ്റെ സൗണ്ട് ഇടയ്ക്ക് വരുന്നത്. അമ്മേ ഓയിൽ ഉണ്ടാക്കണ മോനും എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നീലനും അമ്മയ്ക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതാണ് മോൻ. എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാത്രം എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കുക കേട്ടോ. ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ ഇടാം. ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റാണ് കേട്ടോ ഇടുന്നത്. മറ്റേ മഞ്ഞപ്പൊടിയും ചന്ദനവും ഇപ്പോൾ ഇടുന്നില്ല, അവസാനം ആവുമ്പോഴേ ഇടുന്നുള്ളൂ. കാരണം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊടി ആയതുകൊണ്ട് തന്നെ കേട്ടോ. ഇത് ഞാനിപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കൂടിയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കരുതി ക്യാരറ്റ് മാത്രം ഒന്ന് ഉപയോഗിക്കാമെന്ന്. ബീട്രൂട്ട് അപ്പോൾ ഭയങ്കര ഒരു കളറ് പോലെ എനിക്ക് ഫീൽ ആവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, പക്ഷേ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ അതന്നെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്നാലും ഒന്ന് ക്യാരറ്റ് ഓയിൽ കുറേ കാലം മുന്നേ അമ്മച്ചി ക്യാരറ്റ് ഓയിൽ തന്നെയായിരുന്നു എനിക്ക് ഉണ്ടാക്കി തരാറ്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ തുടങ്ങിയത് പരിപാടി. നല്ല ബ്രൈറ്റൻ ആവട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റം അസാധ്യമാണ് കേട്ടോ. നല്ല പോലെ സോഫ്റ്റ് ആവും. ഇപ്പോൾ മുരി അങ്ങനത്തെ ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അത് നല്ല പോലെ പോകും കേട്ടോ. നമ്മൾ കുളിക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ മുന്നൊന്ന് ഇതൊന്ന് അപ്ലൈ ചെയ്യുക. മുഖമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യുക. കാൽപ്പത്തിയിലൊക്കെ നമ്മളൊന്ന് മസാജ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കാന്ന് പറയും. തിളക്കലല്ല ഉദ്ദേശിക്കുന്നത്, ഈ തിളയില്ലേ അമ്മ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്നു. ഈ തിളച്ച് കഴിഞ്ഞിട്ട് ഈ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം തന്നെയാണ് നമ്മൾ പൊടികൾ ഇടേണ്ടത് കേട്ടോ. അതാണ് ശരിക്കത്തെ ഇതിൻ്റെ പാകം. അപ്പോൾ ഒന്ന് നന്നായി തിളച്ചിട്ട് ശരിയാവട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിക്കത്തെ പാകം എന്ന് പറയണത്. ഇനി നമുക്ക് ആ പൊടികളും കൂടി ഇടാം കേട്ടോ. ഉണ്ടാക്കാം ഇല്ലടാ പറ്റേ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ വൈറ്റനിങ്ങിന് അതുപോലെ നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ തേക്കുമ്പോൾ. ആണോ? ഇനി ഒരു 1/4 സ്പൂൺ അളവോളം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ മതി കേട്ടോ. എടാ എന്താടാ, ഇതൊന്ന് വെറുതെ ചൂടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി വെക്കാം. ഇതാ ഇപ്പം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു വെക്കാം. എടുത്തു വെക്കുമ്പോൾ തന്നെ എണ്ണ നല്ലോണം തെളിഞ്ഞ് വരും കേട്ടോ. നമുക്ക് ഗ്ലാസ്സിലെങ്ങാനും ഒഴിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ പൊടിയൊക്കെ അടിയിലേക്ക് അടിഞ്ഞു പൊക്കോളും. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെക്കാം കേട്ടോ. അതായത് ഒരു കുപ്പിയിൽ ഒഴിച്ചു വെക്കാം. നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ എളുപ്പത്തിനുള്ള തരത്തിലുള്ള കുപ്പി ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഒഴിച്ചു വെക്കാം. വീക്ക്ലി എന്താ പറയുക, ഒന്നരാടം വിട്ട് നമുക്ക് ഇത് തേച്ച് കുളിക്കാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പോലെ നമ്മൾ എന്താ പറയുക സ്കിന്നിന് തന്നെ മാറ്റം ഉണ്ടാവും. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ചന്ദനം റോസ് വാട്ടർ ചേർത്തോട്ട് കൂടിയിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് എടുത്ത് കുടിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക്. അടിപൊളിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ റോസ് വാട്ടർ ഞാൻ വീട്ടിലുണ്ടാക്കിയ റോസ് വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. റോസ് വാട്ടർ പുറത്തുനിന്ന് വാങ്ങണമെന്നില്ല. ആ ഒരു നല്ലൊരു സ്മെല്ലാണ് റോസാപ്പൂവിൻ്റെ കേട്ടോ. നമ്മൾ സാധാ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന റോസ് വാട്ടറിൻ്റെ സ്മെല്ലും അല്ല, അടിപൊളിയാണ് കേട്ടോ.
അപ്പോഴത്തേ ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന വരെ ഒരു 2 ആഴ്ചത്തേക്കുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ ചെന്നിട്ട് ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ് 2 ആഴ്ചത്തേക്കുള്ളത് കേട്ടോ. ഇത് യൂസ് ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിട്. അത്രയുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.